എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി അടക്കം 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് കോണത്തുപുഴ. വെട്ടുവേലിക്കടവ് മുതൽ പുത്തൻകാവ് വരെ 17 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ പുഴയ്ക്കുള്ളത്. മാലിന്യ നിക്ഷേപം, മണ്ണ് നിക്ഷേപം എല്ലാം കൂടി പുഴ ഇന്ന് പൂർണ്ണമായും നാശത്തിലാണ്. ഇത് പുനർജീവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില സ്വകാര്യ വ്യക്തികൾ ഗ്രീൻ ട്രിബ്യൂണലിൽ കേസ് കൊടുക്കുകയും അതിനെ തുടർന്ന് 10/8/2020 സുഗമമായ ജലപ്രവാഹം ഉറപ്പാക്കുന്നതിന് കോണത്തുപുഴ നദിയും ഇടയ്ക്കിടെ ബന്ധിപ്പിക്കുന്ന അരുവികളും വൃത്തിയാക്കാൻ സ്റ്റേറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന് 26 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. 30/1/2023 18 കോടി രൂപയുടെ പുഴ നവീകരണത്തിന് 18 കോടി രൂപയും അതിന് ഇടയ്ക്കുള്ളൊരു പാലം പുനർനിർമ്മാണത്തിന് 8 കോടി രൂപ ഉൾപ്പെടെ ഭരണാനുമതി നൽകി. 3/5/2023 18 കോടി രൂപയുടെ നവീകരണ സാങ്കേതിക അനുമതി നൽകുകയുണ്ടായി. എന്നാൽ സാങ്കേതിക അനുമതി നൽകിയിട്ടും ഇപ്പോഴും ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ധനകാര്യ വകുപ്പ് ചില വിശദീകരണം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പിലേക്ക് വിശദീകരണ സഹിതം ഫയൽ അയച്ചെങ്കിലും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഗൗരവം കണക്കിലാക്കിക്കൊണ്ട് ഈ പുഴ പുനർജീവിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കണം, പുനർജീവിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, എറണാകുളം ജില്ലയിലെ പുത്തൻകാവ് മുതൽ വെട്ടുവേലിക്കടവ് വരെയുള്ള കോണത്തുപുഴയുടെ 17 കിലോമീറ്റർ പുനർജീവനത്തിനായി 2 ഘട്ടങ്ങളിലായി പ്രവൃത്തി ചെയ്യുന്നതിന് ഇവിടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ ഫേസ് 1-ൽ 18 കോടിയും ഫേസ് 2-ൽ 8 കോടിയും അങ്ങനെ 26 കോടിയുടെ ഭരണാനുമതി 30/1/2023 സർക്കാർ ഉത്തരവ് പ്രകാരം നൽകിയിരുന്നു. എക്കൽ നീക്കം ചെയ്ത് ബണ്ട് രൂപീകരണം, ജിയോ ടെക്സ്റ്റൈൽ ജോലികൾ, സ്നാനഘട്ടങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ എന്നിവ ഉൾപ്പെടുന്ന 1-ാം ഘട്ട പ്രവർത്തികൾക്ക് ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും സാങ്കേതിക അനുമതി നൽകുകയും ഭരണാനുമതി ഉത്തരവിലെ വ്യവസ്ഥ പ്രകാരം സാങ്കേതിക അനുമതി എസ്റ്റിമേറ്റിൻ്റെ അംഗീകാരത്തിനായി സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആയത് പരിശോധിച്ച് ചില മാറ്റങ്ങളോടെ എസ്റ്റിമേറ്റ് പുതുക്കി സമർപ്പിക്കാൻ ചീഫ് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയിരുന്നു. പുതുക്കിയ എസ്റ്റിമേറ്റ് ജലസേചന ഭരണവും ചീഫ് എഞ്ചിനീയർ സമർപ്പിക്കുകയും അത് സർക്കാരിൽ നൽകിയിട്ടുമുണ്ട്. സർക്കാർ ഈ കാര്യം വളരെ ഗൗരവപൂർവ്വമാണ് കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. 2-ാം ഘട്ട പ്രവൃത്തിയായ കണിയാവള്ളി പാലം പുനർനിർമ്മാണം സംബന്ധിച്ച് 2 അഡീഷണൽ ബോർഹോൾ ഡീറ്റെയിൽസും ടോപ്പോഗ്രാഫി സർവേയും ഉൾപ്പെടുന്ന 2 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് IDRB ചീഫ് എഞ്ചിനീയർ 10/6/2024 സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെയും ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ പാലത്തിൻ്റെ സൂപ്പർ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന പ്രവൃത്തി IDRB കാര്യാലയത്തിൽ പുരോഗമിച്ചു വരുന്നു. ഇൻവെസ്റ്റിഗേഷൻ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് രൂപകൽപ്പന പൂർത്തീകരിക്കുന്നതും ഡിസൈൻ ലഭ്യമാകുന്ന മുറയ്ക്ക് സാങ്കേതിക അനുമതി നൽകി പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്.